ആരെ നിയമിച്ചാലും വിഷയം സങ്കീർണമായി തന്നെ തുടരും. ഒരു താൽക്കാലിക പൊട്ടിത്തെറി പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഹൈക്കമാൻഡിൻ്റെ തന്നെയാളായ ഹൈക്കമാൻഡിൻ്റെ കൂടെ ഭാഗമായ KC രംഗത്തിറങ്ങുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ ലളിതമാവില്ല തെരഞ്ഞെടുപ്പ് എന്നത് നിശ്ചയം. തീരുമാനത്തിലേക്ക് എത്തി നിൽക്കാനുള്ള പല പടവുകളിൽ ഒന്ന് മുസ്ലിം ലീഗ് തന്നെയാണ്. അല്ല എങ്കിൽ ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കുന്ന ഈ സമയത്ത് KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുമായിരുന്നു. തീരുമാനം സോണിയാഗാന്ധി അന്തിമമായി രാഹുൽ ഗാന്ധിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആന്റണിയോടുകൂടി സംസാരിച്ചതിന് ശേഷമാകുമെന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. ഡോക്ടർ മോഹൻ വർഗീസ്, കേരളത്തിൽ ഒരാഴ്ചയായിട്ട് ഒരു പ്രശ്നം മാത്രമേ സജീവമായിട്ട് നിലനിൽക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ആളുകൾ ചർച്ച ചെയ്യുന്നുള്ളൂ. സംസ്ഥാനത്തിന് ഒരു മുഖ്യമന്ത്രി ഇല്ല എന്നതാണ് ആ ഒരു പ്രശ്നം. ഒരു കസേര, അതിലിരിക്കാൻ ശ്രമിക്കുന്നത് 3 പേർ. ജയിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ആളുകളാണ് ഈ കോൺഗ്രസ് നേതാക്കൾ. എന്നിട്ടും ജനവിധി അറിഞ്ഞ് 8ാം ദിവസവും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാതെ ഹൈക്കമാൻഡ് കുഴയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി മോഹൻ സൂക്ഷിക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, 3 പേർക്കും തൃപ്തികരമാകുന്ന ഒരു ഫോർമുല കണ്ടെത്താൻ കഴിയില്ലേ? 1 പോസ്റ്റ് 3 ക്ലെയിമൻസ്, ഒറ്റ കസേര, 3 പേർ ഒരുപോലെ യോഗ്യർ, സർവഥാ യോഗ്യർ. ഇതിനകത്തുനിന്ന് ഒരാളിൻ്റെ അധിക യോഗ്യത, മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അധിക യോഗ്യത എന്താണെന്ന് കണ്ടുപിടിക്കാൻ തല പുകയ്ക്കുകയാണ് ഹൈക്കമാൻഡ്. ആരെ നിയമിച്ചാലും വിഷയം സങ്കീർണമായി തന്നെ തുടരും. ഒരു താൽക്കാലിക പൊട്ടിത്തെറി പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇതെല്ലാം തന്നെ പ്രീഎംപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുമാണ്. ഇവിടെയാണ് ഒരു ഫോർമുലയുടെ ആവശ്യം. ഒരു ഫോർമുല ഉണ്ടാക്കുക എന്നതല്ല, ആ ഫോർമുല 3 ക്ലെയിമൻസിനോടും ഒരുപോലെ തന്നെ സംസാരിച്ച് അവരുടെ അനുവാദം വാങ്ങി, അനുഗ്രഹം വാങ്ങി, അവരുടെ തീരുമാനമായി തന്നെ ഫോർമുല അംഗീകരിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ മുന്നിലുള്ള ദൗത്യം. ഇനി നമുക്ക് ഈ ഹൈക്കമാൻഡ് കൾച്ചറിനെ കൂടി കുറച്ചുകൂടെ ആഴത്തിൽ അറിയാതെ ഈ ഫോർമുലയെ നമുക്ക് മനസ്സിലാക്കില്ല. മുൻകാലങ്ങളിലെല്ലാം തന്നെ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഏതാനും വർഷം, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ടെങ്കിലും കോൺഗ്രസ് പാർട്ടി ഒരിക്കൽ പോലും ഒരാളെ മുന്നിൽ കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചിട്ടില്ല. അത് മധ്യപ്രദേശിലാകട്ടെ, രാജസ്ഥാനിലാകട്ടെ, ഛത്തീസ്ഗഡിലാകട്ടെ, ഒരു സ്വാഭാവിക ചോയ്സ് ഉണ്ടെന്നൊക്കെ ജനങ്ങൾക്ക് തോന്നും. പക്ഷേ ആ സ്വാഭാവിക ചോയ്സ് ഒന്നും ആയിരുന്നില്ല പലപ്പോഴും മുഖ്യമന്ത്രി പദത്തിൽ എത്തിയത്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായി, പക്ഷേ പ്രചരണം നയിച്ചതും മുഖമായിരുന്നതും സച്ചിൻ പൈലറ്റാണ്. മധ്യപ്രദേശിൽ വിജയം നേടാനായി മാധവറാവ് സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ ഒരു വലിയ ഗ്ലാമർ മുഖമായി അവിടെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് തോന്നി, പക്ഷേ കമൽനാഥിനാണ് നറുക്ക് വീണത്. ഛത്തീസ്ഗഡിലാണെങ്കിലും ഭൂപേഷ് ബാഗേൽ അവസാന മുഖ്യമന്ത്രിയായി പലരും ക്ലെയിമൻസായി ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. സുഖ്വീന്ദർ സിംഗ് സുഖു ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്തു, പക്ഷേ പലരും രംഗത്തുണ്ടായിരുന്നു. അതിലൊരു പേര് മാത്രമായിരുന്നു സുഖുവിൻ്റേത്. ഇനി തെലങ്കാനയിൽ വിവിധ ആളുകളുണ്ടായിരുന്നു, പക്ഷേ PCC പ്രസിഡന്റ് കൂടിയായിരുന്ന രേവന്ത് റെഡ്ഡിക്ക് നറുക്ക് വീണു. പക്ഷേ മറ്റു പലരും രംഗത്തുണ്ടായിരുന്നു, ഒറ്റ പേരായിരുന്നില്ല എന്നും ഓർക്കണം. കർണാടകത്തിലെ ഗ്ലാമർ മാൻ യഥാർത്ഥത്തിൽ DK ആയിരുന്നു. കോൺഗ്രസിൻ്റെ വലിയ ഫണ്ട് റൈസറും അവിടുത്തെ താരപ്രചാരകനും ഒക്കെയായ ഒരു ഓൾ ഇന്ത്യ മുഖം കൂടിയായ DK ശിവകുമാർ അദ്ദേഹമായിരുന്നു കർണാടകത്തിൻ്റെ മുഖം. പക്ഷേ പൊതുസ്വീകാര്യത എന്ന രീതിയിൽ അവസാനം നറുക്ക് വീണത് സിദ്ധരാമയ്യയ്ക്കാണ്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഒരു കോമൺ ഫാക്ടർ ഉണ്ടായിരുന്നു. നിയമസഭാ സാമാജികരുടെ ഭൂരിപക്ഷം പേരുടെയും പിന്തുണ ആർജിക്കാൻ കഴിയുന്ന ഒരു നേതാവ്. ആ നേതാവിനെ തന്നെയാണ് അവസാനം മുഖ്യമന്ത്രിയെ നിയമിച്ചത്. പക്ഷേ ഈ നേതാക്കളെല്ലാം തന്നെ ഒരു കോമൺ ഫാക്ടർ കൂടിയുണ്ട്. ഇവർ ഹൈക്കമാൻഡിന് സ്വീകാര്യരാണ് എന്നൊരു പ്രതീതി തോന്നുമ്പോൾ MLA മാർ ഹൈക്കമാൻഡിൻ്റെ ഇംഗിതത്തിന് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇവരാരും തന്നെ അതിശക്തരായ ഹൈക്കമാൻഡ് വക്താക്കളോ പ്രതിനിധികളോ ആയിരുന്നില്ല എന്നും ഓർക്കണം. രേവന്ത് റെഡ്ഡി ആകട്ടെ, സിദ്ധരാമയ്യ ആകട്ടെ,
അതുമല്ല എങ്കിൽ സച്ചിൻ പൈലറ്റ് ആകട്ടെ. ഹൈക്കമാൻഡുമായി ബന്ധമുണ്ടില്ല എന്നല്ല, എല്ലാ കോൺഗ്രസ്സുകാർക്കും ഹൈക്കമാൻഡുമായി ബന്ധമുണ്ട്. പക്ഷേ കേരളത്തിൽ സ്ഥിതി സങ്കീർണമാക്കുന്നത്, ഒരു ഫോർമുലയിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതും സ്ഥിതി സങ്കീർണമാക്കുന്നതുമായ സിംഗിൾ ലാർജസ്റ്റ് ഫാക്ടർ ഈസ് ദി ഫാക്ട് ദാറ്റ് മിസ്റ്റർ കെ സി വേണുഗോപാൽ ഈസ് എ പാർട്ട് ഓഫ് ദ ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡിനുള്ളിലാണ് കെ സിയുടെ സ്ഥാനം. ഇതൊരു സങ്കല്പമല്ലേ, ഹൈക്കമാൻഡ് എന്ന് പറയുന്നതൊരു സങ്കല്പമാണ്. അത് ഗാന്ധി നെഹ്റു ഫാമിലിയിലെ 3 അംഗങ്ങൾ മാത്രമാകണമെന്നില്ല, പ്ലസ് AICC പ്രസിഡൻറ്റ്. അപ്പോൾ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, അവരോടൊപ്പം തന്നെ എപ്പോഴും ഉള്ള 5-ാമനാണ് ശ്രീ കെ സി വേണുഗോപാൽ. പ്രാധാന്യത്തിൽ അദ്ദേഹം 5-ാമനാകണമെന്നില്ല, ഒരുപക്ഷെ പ്രാധാന്യത്തിൽ അദ്ദേഹം 4-ാമതാണ്. ഗാന്ധി നെഹ്റു ഫാമിലിക്ക് പുറത്ത് കോൺഗ്രസിനെ ഏറ്റവും അധികം ചലിപ്പിക്കുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അതുകൊണ്ട് ഹൈക്കമാൻഡ് തന്നെ രംഗത്തിറങ്ങുമ്പോൾ, ഹൈക്കമാൻഡിൻ്റെ തന്നെ ആളായ, ഹൈക്കമാൻഡിൻ്റെ കൂടെ ഭാഗമായ കെ സി രംഗത്തിറങ്ങുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ ലളിതമാവില്ല തെരഞ്ഞെടുപ്പ് എന്നത് നിശ്ചയം. അങ്ങനെ യഥാർത്ഥ ഹൈക്കമാൻഡായ കെ സി വേണുഗോപാൽ മത്സരരംഗത്തേക്ക് വരുമ്പോൾ MLA-മാർ സ്വാഭാവികമായി അദ്ദേഹത്തോടൊപ്പം നിൽക്കും. അതിൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. അവിടെയാണ് മറ്റ് ഫാക്ടേഴ്സ് കൂടി, മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഘടകകക്ഷികളുടെ നിർദ്ദേശം എടുക്കേണ്ടതില്ല. അവിടെയൊക്കെ കോൺഗ്രസ് തന്നെയാണ്. ഹിമാചൽ പ്രദേശിലോ രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ, എന്തിന് കർണാടകത്തിൽ പോലും ഘടകകക്ഷികളുടെ വലിയ ഒരു സമ്മർദ്ദം നേരിടേണ്ടി വരുന്നില്ല. തെലുങ്കാനയിലും അത് തന്നെ. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. ശക്തരായ ഘടകകക്ഷികളുടെ, പ്രത്യേകിച്ച് 2-ാം കക്ഷിയായ മുസ്ലിം ലീഗ്. അപ്പോൾ തീരുമാനം ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ വേണ്ടിവരും. ആ ഫോർമുല മുസ്ലിം ലീഗിന് കൂടി, ഒരു പരിധിവരെ കേരള കോൺഗ്രസിന് കൂടി സ്വീകാര്യമാകുന്ന ഫോർമുല ആവണം. അപ്പോൾ അത് തീരുമാനമെടുക്കുന്ന മുസ്ലിം ലീഗ് അല്ല, കേരള കോൺഗ്രസ് അല്ല. കോൺഗ്രസിൻ്റെ തീരുമാനത്തെ ഇവർക്കാർക്കും അട്ടിമറിക്കാൻ കഴിയില്ല, സ്വാധീനിക്കാൻ കഴിയില്ല. മുൻകാലങ്ങളിലും അത് സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ അതിലേക്ക്, തീരുമാനത്തിലേക്ക് എത്തി നിൽക്കാനുള്ള പല പടവുകളിൽ ഒന്ന് മുസ്ലിം ലീഗ് തന്നെയാണ്. അല്ല എങ്കിൽ ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കുന്ന ഈ സമയത്ത്, കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുമായിരുന്നു, നിയമസഭാ അംഗങ്ങളുടെ എണ്ണം മാത്രമാണെങ്കിൽ. അതുകൊണ്ട് വൈകുന്നു, തീരുമാനം വൈകുന്നു എന്നത് ആവേശം തണുപ്പിക്കാൻ ഒരു ഫോർമുലയിൽ ഓൾറെഡി ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ടാവാം. അത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ആ ഫോർമുല എല്ലാവരിലെ ബന്ധപ്പെട്ട 3 പേരിലേക്കും, ഘടകകക്ഷികളുടെ അറ്റ്ലീസ്റ്റ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലേക്കും അവരോടും ഷെയർ ചെയ്തതിന് ശേഷം അംഗീകാരം വാങ്ങി മാത്രമേ പ്രഖ്യാപനം നടക്കൂ. അപ്പോഴത്തേക്ക് ഫ്ലെക്സ്, ആവേശം, മുദ്രാവാക്യങ്ങൾ, തെരുവിലെ ശക്തി പ്രകടനം, ഇതിൻ്റെ എല്ലാം തീവ്രത കുറഞ്ഞു വരും എന്ന ഒരു നിഗമനവും ഹൈക്കമാൻഡുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ലെറ്റ് us wait for the formula, let us wait for the declaration based on the formula. I hope the magic formula will work. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും ഇക്കാര്യത്തിൽ സോണിയാഗാന്ധി ഇടപെട്ടിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സോണിയാഗാന്ധി എന്ത് നിലപാടെടുക്കും? സ്വാഭാവികമായും സോണിയാഗാന്ധി എന്തായാലും AK ആന്റണിയെ വിളിക്കുമല്ലോ. എന്തായിരിക്കും AK ആന്റണി സോണിയാഗാന്ധിയോട് പറയാൻ പോവുക? ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി എന്ത് നിലപാട് സ്വീകരിക്കും? ഈ ഹൈക്കമാൻഡിനുള്ളിൽ തന്നെ ഈ ത്രിത്വം, സോണിയ, രാഹുൽ, പ്രിയങ്ക, ഇവരിൽ രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അന്തിമമായി ഒരു ആശയക്കുഴപ്പം ഉണ്ട് എങ്കിൽ മാതൃസ്ഥാനീയയായ, മൊത്തത്തിൽ ഹൈക്കമാൻഡിൻ്റെ മാതാവായ, അല്ലെങ്കിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മാതാവാണല്ലോ. അതുകൊണ്ട് മാഡം സോണിയയുടെ ഒരു അന്തിമമായ തീർപ്പ്. അപ്പോൾ പിന്നെ മാഡം സോണിയയ്ക്ക് ആഗ്രഹിക്കാനുള്ളത്, അല്ലെങ്കിൽ ആശ്രയിക്കാനുള്ളത്, ഡിപ്പെൻഡ് ചെയ്യാനുള്ളത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ നിലയിൽ ഏറ്റവും തലമുതിർന്ന നേതാവ്, ഇപ്പോൾ സജീവമല്ല എങ്കിൽ പോലും അത് മിസ്റ്റർ AK ആൻ്റണിയാണ്. ഇപ്പം ആൻ്റണി എന്തു പറയും? ഇപ്പം ഗ്രൂപ്പ് സമവാക്യങ്ങളിലൊന്നും ഒരു സ്ഥാനവുമില്ല. കാരണം ആൻ്റണി റെപ്രസെൻ്റ് ചെയ്തിരുന്ന, ആൻ്റണി നേതൃത്വം നൽകിയിരുന്ന, അല്ലെങ്കിൽ ആൻ്റണിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയിരുന്ന A ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളല്ല ഇവരാരും തന്നെ A ഗ്രൂപ്പുമായി ബന്ധം മുൻപുണ്ടായിരുന്നവരല്ല. അവരുടെ നേതാവ് യഥാർത്ഥത്തിൽ I ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളായിരുന്നു. നേതൃസ്ഥാനത്തെ രമേശ് ചെന്നിത്തലയായിരുന്നു. ഏറെ തലപ്പൊക്കത്തിൽ അദ്ദേഹത്തേക്കാൾ വളരെ ജൂനിയറായിരുന്നു VD സതീശനും
കെ സി വേണുഗോപാലും. പിന്നീട് ശക്തി സമവാക്യങ്ങൾ മാറി മറിഞ്ഞു. സംഘടനയ്ക്കുള്ളിൽ കെ സി വേണുഗോപാൽ പല പടവുകൾ ദേശീയ തലത്തിൽ മുകളിലേക്ക് കയറി. സംസ്ഥാന തലത്തിൽ വി ഡി സതീശൻ ഏറെ ജനഹൃദയങ്ങൾ കവർന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ആന്റണി എന്ന് പറയുന്നു, ഇവിടെ നിന്നുകൊണ്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മറ്റ് സ്ഥാപിത താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത എ.കെ. ആന്റണി ആരെയും പേടിക്കേണ്ടതില്ലല്ലോ. ഹൈക്കമാൻഡിനെ പോലും ആന്റണിക്ക് പേടിക്കേണ്ടതില്ല. ആന്റണിക്ക് ആരെയും തലപ്പത്ത് എത്തിക്കേണ്ട നിയോഗവുമില്ല. ആന്റണിയുടെ മകൻ ഉണ്ടായിരുന്നത് ചാടിപ്പോയി BJP-യിലെത്തി. അതുകൊണ്ട് ആന്റണിക്ക് അതിൻ്റെ ഉത്തരവും ഇപ്പോൾ പറയേണ്ടതില്ല. അതുകൊണ്ട് ഇവരിൽ ആരാണ് കേരളത്തിന് ഏറ്റവും യോജിക്കുക എന്ന തീരുമാനം സോണിയാഗാന്ധി അന്തിമമായി രാഹുൽ ഗാന്ധിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആന്റണിയോടുകൂടി സംസാരിച്ചതിന് ശേഷമാകുമെന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. ആന്റണി എപ്പോഴും ഒരു സമചിത്തതയുള്ള മനസ്സിനുടമയാണ്. റാഷ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും നടത്തുന്ന പതിവില്ല. ആന്റണി ഒരിക്കൽ മാത്രം ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. അത് മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളോടാണ്. മുസ്ലിം ലീഗിനോട് ഡീൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. 5-ാം മന്ത്രിസ്ഥാനവും 6-ാം മന്ത്രിസ്ഥാനവും ഒക്കെ ലീഗ് ചോദിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ ആന്റണി പറഞ്ഞു വലിയ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞത് ഒഴിച്ചാൽ ആന്റണിയുടെ ഭാഗത്തുനിന്ന് കാര്യമായ വിവാദങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് മുസ്ലിം സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ തന്നെ മണ്ഡലമായ തിരൂരങ്ങാടിയിൽ മത്സരിച്ച് വിജയിച്ച അന്ന് ഒരു 2 പതിറ്റാണ്ട് മുൻപ് ജയിച്ച എ.കെ. ആന്റണി മുസ്ലിം ലീഗിനെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് എന്താവും ഹൈക്കമാൻഡിനോട് പറയുക? മുസ്ലിം ലീഗ് സതീശന് വേണ്ടി വാശി പിടിക്കുമോ? അവരെ സമന്വയിപ്പിക്കാൻ എ.കെ. ആന്റണി കഴിയുമോ? മറ്റാരുമില്ല. മറ്റാരും രംഗത്ത് വരാൻ KPC പ്രസിഡൻ്റൊക്കെ അത്രയ്ക്ക് ഒരു വലിയ പ്രഭാവം ചെലുത്താൻ കഴിയുന്ന മുസ്ലിം ലീഗ് നേതാക്കളോട് സംബന്ധിച്ച് ഒരു അംഗീകരിപ്പിക്കാൻ മുസ്ലിം ലീഗിനെ കൂടെ അംഗീകരിപ്പിച്ചെങ്കിലും മതിയാകും. അല്ലെങ്കിൽ ഒരു വലിയ കല്ലുകടിയാണ്. കാരണം പ്രിയങ്ക ഗാന്ധിക്കൊക്കെ മത്സരിച്ച് ജയിക്കണം, ഇനിയും ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ കൂടെ പിന്തുണ വേണ്ടേ? രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗിൻ്റെ കൂടെ പിന്തുണയിലല്ലേ വയനാട് ജയിച്ച് കയറിയത്? അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മാത്രമല്ല മലബാർ മേഖലയിലെ മുസ്ലിങ്ങളുടെ ഒരു വലിയ തിരത്തള്ളലിലാണ് UDF-ൻ്റെ വിജയത്തിന് തുടക്കം. അത് മധ്യ കേരളത്തിലേക്കും കൂടെ വന്നു, തെക്കൻ കേരളത്തിലേക്കും കൂടെ പടർന്നു. എല്ലായിടത്തേക്കും ഒരു വികാരമായി UDF, ഒരു വികാരമായി ടീം UDF, ഒരു ഐക്യത്തോടെ ഉള്ള ടീം UDF ഒരു വികാരമായി വന്നു. ആ ഐക്യത്തിൻ്റെ തലപ്പത്ത് നിന്നത് വി ഡി സതീശനാണ്, സംശയമില്ല. ആ ഐക്യം പൊളിക്കാതിരിക്കാൻ എല്ലാം ചെയ്ത ഒരു നല്ല ഒരു നേതാവ് കൂടിയാണ്. ഒരു മുറുമുറുപ്പുമില്ലാതെ ഇതിനോടൊപ്പം ചേർന്ന് നിന്ന് ജോയിൻ്റായി നയിച്ച ആളാണ് രമേശ് ചെന്നിത്തല. ഇതെല്ലാം സാധ്യമാക്കിയ ഒരു ചാലകശക്തി ത്രെഡായി പ്രവർത്തിച്ചത് ശ്രീ കെ സി വേണുഗോപാലാണ്. ഇവർക്കെല്ലാം അർഹതയുണ്ട്. ആരും ആരേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിന് ഇവരാരും നിഷിദ്ധരൊന്നുമല്ല. ഈ 3 പേരും മുസ്ലിം ലീഗിന് നിഷിദ്ധരല്ല. എങ്കിലും നിലവിൽ അർഹത കെ സി വേണുഗോപാലിന് അല്ല, മറിച്ച് വി ഡി സതീശനാണ് എന്ന് മുസ്ലിം ലീഗ് പറയുമ്പോൾ അത് എത്രത്തോളം അവരെ അങ്ങനെയല്ല തീരുമാനം ഹൈക്കമാൻഡിൻ്റെ വരുന്നതെങ്കിൽ ആന്റണിയോട് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എന്നിട്ട് മുസ്ലിം ലീഗിനോട് അത് കൺവിൻസ് ചെയ്യാൻ ആവശ്യപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊക്കെ അകത്തളങ്ങളിൽ അരമന രഹസ്യമായി ഇരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങാടി പരസ്യമായി നമുക്കിപ്പോൾ ആഘോഷിക്കാനാവില്ല. രഹസ്യമായി ഇരുന്നുകൊണ്ടേ സാധ്യതകൾ പറഞ്ഞു എന്ന് മാത്രം.